പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സമ്പത്തൊക്കെ തേജസ്സില്ലാതെ നശിച്ചു പോകുന്നത്, മറ്റു പലരുടെയും സമ്പത്ത് എന്തുകൊണ്ട് നശിച്ചു പോകുന്നു എന്ന് ചോദിക്കാറുണ്ട്. യജുർവേദം വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യം പലരും കാണാതെ പോകുന്നുണ്ട് എന്നതാണ് കാര്യം. ഞാൻ ആ കാര്യത്തിലേക്കാണ് ഇന്ന് വരുന്നത്. നമ്മളിൽ പലർക്കും പണമുണ്ട്, സ്വത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശക്തി തരാത്തത്? ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. പലരും ചോദിക്കുന്നതാണ്. എന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, പലരെ ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട്. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ വെൽത്ത് അക്യുമുലേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പണം ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക, ഇതന്നെ ചിന്ത. പക്ഷേ യജുർവേദത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ദ്യുമ്നം ചിത്രശ്രവസ്തമം എന്നാണ്. ദ്യുമ്നം ചിത്രശ്രവസ്തമം. ഈ മന്ത്രം നമ്മോട് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വലിയ പ്രപഞ്ച സത്യമാണ്. പലരും ഇത് കാണാതെ പോകുന്നു എന്നുള്ളതാണ് കാര്യം. കാരണം ലോകത്തിലെ അതിസമ്പന്നന്മാരായ എത്രയോ പേരുണ്ട്. പലരുടെയും സമ്പത്ത് നശിച്ചു പോകുന്നത്, നശിച്ചു പോയത് നമ്മൾ കാണുന്നതാണ്. നമുക്ക് ചുറ്റും തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. തേജസ്സില്ലാത്ത ധനം വെറും സംഖ്യകൾ മാത്രമാണ്. അത് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കില്ല, എംപവറും ചെയ്യിക്കില്ല. തേജസ്സില്ലാത്തൊരു ധനം കൊണ്ട് യു കാൻ ട്രാൻസ്ഫോം യുവർ സെൽഫ്. സ്വയം മാറാൻ പറ്റില്ല, പുരോഗതി കൈവരിക്കാൻ പറ്റില്ല, ശക്തി കൈവരിക്കാൻ പറ്റില്ല. ദ്യുമ്നം ചിത്രശ്രവസ്തമം. ഈ മന്ത്രത്തിലെ ഓരോ പദവും, ഓരോ വാക്കുകളും, ഓരോ പദവും ഒരു ശാസ്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ ഒന്നാമത് ദ്യുമ്നം എന്നത് വാക്കെടുക്കാം. ഇത് കേവലം ശോഭയല്ല, ഇത് റേഡിയൻ്റ് എനർജിയാണ്. ദ്യുമ്നം എന്ന് പറഞ്ഞാൽ റേഡിയൻ്റ് എനർജിയാണ്. നമ്മുടെ സമ്പത്തിന് ഒരു ഓറ ഉണ്ടോ? ആ പണം കൈവശം വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിനെ നമുക്ക് ദ്യുമ്നം എന്ന് വിളിക്കാം. ചിത്രശ്രവസ്തമം എന്ന് പറഞ്ഞാലോ? ചിത്ര എന്നാൽ അതിശയകരം, വിസ്മയജനകം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ? അതാണ് അതിനർത്ഥം. ശ്രവസ് എന്നാൽ പ്രശസ്തി, സമൃദ്ധി, ഏറ്റവും ഉന്നതമായ അതിശയകരമായ തേജസ്സുള്ള സമ്പത്ത് എന്നർത്ഥം. മോഡേൺ സൈക്കോളജി ഇതിന് എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? വെൽത്ത് കോൺഷ്യസ്നെസ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ എലവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് നോക്കൂ, നമ്മൾ ക്രിപ്റ്റോ മില്യനേഴ്സ് ഉണ്ട്, ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരായി. പക്ഷേ പലരും ഡിപ്രഷനിലാണ്. എന്താ കാരണം? ദ്യുമ്നം ഇല്ല. ആ സമ്പത്തിന് ഇന്നർ റേഡിയൻസ് ഇല്ല. കോർപ്പറേറ്റ് സക്സസ് സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ടോപ്പ് പൊസിഷൻസിലെത്തി, ഹൈ സാലറി, പക്ഷേ ഹെൽത്ത് പോയി, റിലേഷൻഷിപ്സ് തകർന്നു. ധനമുണ്ട്, പക്ഷേ ദ്യുമ്നം ഇല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്, മില്യൺസ് ഓഫ് ഫോളോവേഴ്സ്, പക്ഷേ ആങ്ഷൈറ്റി, ഫേക്ക് ലൈഫ് സ്റ്റൈൽ. ചിത്രശ്രവസ്തമം എവിടെ പോയി? വേദിക് വിസ്ഡം പറയുന്നത്, വേദവിജ്ഞാനം നമ്മളെ പഠിപ്പിക്കുന്നത് സമ്പത്തിനൊപ്പം തേജസ് വേണം എന്നാണ്. ഇതാണ് സസ്റ്റൈനബിൾ വെൽത്തിൻ്റെ സീക്രട്ട് ഫോർമുല. എന്താണ് ഈ ദ്യുമ്നം എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, വെൽത്ത് പ്ലസ് എനർജി ഈസ് ഈക്വൽ ടു ദ്യുമ്നം. എബണ്ടൻസ് പ്ലസ് എത്തിക്സ് ഈസ് ഈക്വൽ ടു ചിത്രശ്രവസ്തമം. രണ്ട് പ്രധാന ഫോർമുലകൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ പണം നമുക്ക് ഉപകാരപ്പെടുന്നില്ല? സീക്രട്ട് ഫോർമുലാസ് ആണ്. വെൽത്ത് പ്ലസ് എനർജി ഈസ് ഈക്വൽ ടു ദ്യുമ്നം. എബണ്ടൻസ് പ്ലസ് എത്തിക്സ് ഈസ് ഈക്വൽ ടു ചിത്രശ്രവസ്തമം. ഇനി നമുക്കിത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഈ തേജസ്വിയായ ധനം നേടാമെന്ന് നമ്മൾ നോക്കണമല്ലോ. സാധാരണയായിട്ടും എല്ലാവരും ചോദിക്കും, ഇതൊക്കെ എല്ലാവർക്കും പറയാം, പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ ഈ തേജസ്വിയായ ധനം ഉണ്ടാക്കുക? ഒന്ന്, മോർണിംഗ് എനർജി അലൈൻമെൻറ്റ് എന്ന് പറയും. എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ടത് സൂര്യന് അഭിമുഖമായി നിൽക്കുക. ദ്യുമ്നം ചിത്രശ്രവസ്തമം എന്ന് 11 തവണ ജപിക്കുക, സൂര്യനെ നോക്കിയിട്ട്. നമ്മുടെ സമ്പത്ത് ഊർജത്തോട് കൂടിയതാണെന്ന് വിഷ്വലൈസ് ചെയ്യുക. ഊർജത്തോട് കൂടിയതാണ്, ഈശ്വരീയമായ ചൈതന്യത്തോട് കൂടിയതാണ് എൻ്റെ ഈ ധനം എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. രണ്ടാമത് കോൺഷ്യസ് മണി ട്രാൻസാക്ഷൻസ് ആണ്.
പണം കൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ആ ട്രാൻസാക്ഷന് ഒരു ബ്ലെസ്സിങ് കൊടുക്കുക, ഒരു അനുഗ്രഹത്തോടു കൂടി ആ പണത്തെ സ്വീകരിക്കുക, അതേപോലെ ആ പണത്തെ അയക്കുകയും ചെയ്യുക. ഈ പണം തേജസ്സോടെ പ്രവർത്തിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക, ചിന്തിക്കുക. പ്രാർത്ഥിക്കാൻ കഴിയാത്തത് ചിന്തിക്കുക. ഈ പണം തേജസ്സോടെ പ്രവർത്തിക്കട്ടെ എന്ന് ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ചിന്തിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ധനം ഏറ്റവും ഉപയുക്തമാവാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമത്തത് എന്താണ്? വീക്ക്ലി വെൽത്ത് ഓഡിറ്റ്. വീക്ക്ലി വെൽത്ത് ഓഡിറ്റ്. വാരാന്ത്യത്തിൽ നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ യൂസ് ചെയ്തു എന്ന് റിവ്യൂ ചെയ്യണം. അത് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തോ എന്ന് നോക്കണം. എത്തിക്സിനൊപ്പമായിരുന്നോ എന്ന് പഠിക്കണം. നാലാമത്തെ കാര്യം ധാർമ്മിക് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഒരു ഭാഗം ധാർമ്മിക കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. വേദപ്രചാരത്തിന്, അല്ലെങ്കിൽ ഉപനിഷത്ത് പ്രചാരത്തിന്, വേദാന്ത പ്രചാരത്തിന്, അല്ലെങ്കിൽ ധാർമ്മികമായ ബ്ലഡ് ഡൊണേഴ്സേഴ്സിന് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ധാർമ്മിക കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ ധനത്തിൻ്റെ ഇൻകത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുക. നോളജ് ഷെയറിങ്ങിന് ഉപയോഗിക്കാം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോളജ് ഷെയർ ചെയ്യൽ, എഡ്യൂക്കേഷന് ഹെൽപ്പ് ചെയ്യൽ, ഇതിലൊക്കെ നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ ധനത്തിന് ദ്യുമ്നം എന്ന് പറയുന്ന സംഗതി നൽകുന്നു. അഞ്ചാമത്തേത് എനർജി സർക്കിൾ ക്രിയേഷനാണ്. തേജസ്സുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുക. തേജസ്സുറ്റ വ്യക്തികളുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കുക. ടോക്സിക് വെൽത്ത് മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. ടോക്സിക് വെൽത്ത് മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. ചിത്രശ്രവസ് സർക്കിൾ ബിൽഡ് ചെയ്യുക. ചിത്രശ്രവസ് സർക്കിൾ ബിൽഡ് ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 21ാം നൂറ്റാണ്ടിലെ റിയൽ സക്സസ് എന്നത് ബാങ്ക് ബാലൻസേ അല്ല, അത് റേഡിയൻ്റ് വെൽത്താണ്, ദ്യുമ്നം. നമ്മുടെ സമ്പത്ത് നമുക്ക് എനർജി തരണം, സമൂഹത്തിന് ഇൻസ്പിറേഷൻ ആകണം, ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നതാകണം. ചിത്രശ്രവസ്തമം, അതിശയകരമായ പ്രശസ്തി നേടാൻ കഴിയുന്ന ധനം വേണം. ഇന്ന് മുതൽ ഓരോ ട്രാൻസാക്ഷനും, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും, ഓരോ ഡിസിഷനും ഈ മന്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ചെയ്യണം. ധനമുണ്ടാകട്ടെ, പക്ഷേ അത് ദ്യുമ്നത്തോടെ ആയിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധി ആശംസിച്ചുകൊണ്ട് ശുഭ ദിനം ആശംസിക്കുന്നു. നമസ്തേ.